ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്താ ഇങ്ങനെ വീഡിയോ ഇറങ്ങണേന്നാണോ? കുറ്റാ കൂരിരുട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കാണാൻ പറ്റില്ല, അതുപോലത്തെ ഇരുട്ടാണ് അല്ലേ? കാരണം വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം അതുപോലത്തെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വെളുപ്പാങ്കാലത്ത് തുടങ്ങിയിട്ടോ നമ്മുടെ ഹംപി വ്ളോഗ്സ്. അപ്പം ഇത്ര രാവിലെ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് അറിയണ്ടേ? ഞാൻ പറയാം കേട്ടോ. ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും ഞാൻ പറയാം. ഇപ്പം ഏകദേശം സമയം ഒരു 5:15 5:30 ആയിട്ടുണ്ടാവണം. 5:30 ആയിട്ടില്ല, 5:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിന്ന് ഏകദേശം ഒരു 4:45 എണീറ്റ് റെഡിയായി ഒരു 5:15 ആയപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ നേരം വെളുക്കണതിന് മുന്നേ നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴി പയ്യെ നേരെ അങ്ങ് വെളുത്തു തുടങ്ങി കേട്ടോ. പക്ഷേ നമ്മളുടെ ലക്ഷ്യം ആ സ്ഥലത്ത് സൺറൈസിന് മുമ്പേ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അധികം സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ അഞ്ജനാദ്രി ഹിൽസ് അഥവാ ആഞ്ജനേയ ബെട്ട അവിടെ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുംഗഭദ്ര നദി ക്രോസ് ചെയ്താൽ ഒരു 3 കിലോമീറ്ററൊക്കെ കഷ്ടിയുള്ളൂ. പക്ഷേ അതിന് പ്രോപ്പറായിട്ടൊരു പാലമൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 20-25 കിലോമീറ്ററോളം നമ്മളിതേ ചുറ്റിയാണ് ഈ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളും ഞങ്ങൾ കണ്ട ആ അതിമനോഹരമായ ആ ഒരു സൺറൈസും. അപ്പോൾ ഇനി നമുക്ക് ഒഫീഷ്യലി ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്തില്ലല്ലോ. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മു ആൻഡ് മീ. നമ്മുടെ ഹംപി വ്ളോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് നാളായിട്ട് ഹംപിയുടെ വ്ളോഗ്സ് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഹംപി പോയതിൻ്റെ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. എന്നിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതാണ് എനിക്ക് തോന്നണേ. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഈ യാത്രയെപ്പറ്റി പറയട്ടെ കേട്ടോ. നല്ല തണുപ്പായിരുന്നു. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. നമുക്കാണെങ്കിൽ 2 വീലറാണല്ലോ. ആ 2 വീലറിൽ ഇങ്ങനെ പല്ല് രണ്ടും ഇങ്ങനെ കിടുകിടാന്ന് വിറച്ച് അങ്ങനെയാണ് നമ്മൾ പോയത്. അമ്മൂസ് എങ്ങനെയാണ് ഇരുന്നേന്ന് അവളോട് തന്നെ ചോദിക്കണം. അവളെ ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ തണുത്തിട്ട് വയ്യാന്ന്. അങ്ങനെ ആ ഒരു തണുപ്പെല്ലാം താങ്ങി എൻ്റെ പൊന്നെ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത്രയൊക്കെ തണുപ്പത്തും എനിക്ക് തോന്നുന്നു ഇത്രയും നേരത്തെ ഒന്നും നമ്മൾ എണീറ്റ് ഇത്ര പ്രകൃതിയൊന്നും കാണാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു സമയത്തെ നേച്ചറിൻ്റെ ബ്യൂട്ടി, ആ ഒരു പീസ്, കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു ആ ഒരു ജേണി. കുറച്ചൊന്ന് തണുത്തു എന്നുള്ളത് മാത്രമേ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഈ അഞ്ജനാദ്രി ഹിൽസ് ഉള്ളത് ആനേഗുഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്താറായി. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മലയുടെ മേളിൽ വരെ നമ്മൾ എത്തണതേ അങ്ങ് ദൂരെ കണ്ടോ, ഒരു മലയുടെ മേളിൽ ഒരു കൊടി ഇങ്ങനെ കെട്ടി വെച്ചേക്കണ പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ താഴേന്ന് നമ്മൾ അതിൻ്റെ ഏറ്റവും മേളിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ആ സ്ഥലത്തെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. താഴേന്ന് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് പയ്യെ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇനി ഈ അമ്പലത്തിൻ്റെ കഥ നമുക്കൊന്ന് കേട്ടാലോ? അങ്ങനെ വലിയ കഥയൊന്നും അല്ല കേട്ടോ. ഹനുമാൻ ജനിച്ച സ്ഥലമാണ് ഇത്. അത് മാത്രമല്ല കേട്ടോ, ഹനുമാനും ശ്രീരാമനും ഒക്കെ കണ്ടുമുട്ടിയ ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് നമ്മുടെ രാമായണമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇനി കഥയായിട്ട് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹനുമാന്റെ അമ്മയായ അഞ്ജനാദേവി ഇവിടെ ഇരുന്ന് ശിവനെ ഒരുപാട് തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിവൻ വരം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഹനുമാൻ ഈ മലയുടെ മുകളിൽ ജനിക്കണത് എന്നാണ് പറയണത്.
അങ്ങനെയാണ് ഇത് ഹനുമാൻ്റെ ജന്മസ്ഥലമായത്. അഞ്ജനാദേവിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഹനുമാന് ആഞ്ജനേയൻ എന്നൊരു പേര് വന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന് അഞ്ജനാദ്രി ഹിൽസ് അഥവാ ആഞ്ജനേയ ബെട്ട, അങ്ങനെയാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. ഇനി ഇങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നും അല്ല കേട്ടോ. ഏകദേശം 575 പടികളുണ്ട് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ ആനന്ദം സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും. അതിൽ അവർ സൺറൈസോ സൺസെറ്റോ എന്തോ കാണാൻ പോകുന്നുണ്ട്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ അഞ്ജനാദ്രി ഹിൽസാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അവിടെ കയറുമ്പോഴാണ് കേട്ടോ സൂര്യഭഗവാൻ പയ്യെ നമുക്കിങ്ങനെ മുഖം കാണിച്ച് തുടങ്ങിയത്. ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ അത് എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. എൻ്റെ പോലെ സൺറൈസും സൺസെറ്റും ക്രേസ് ഉള്ളവരോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്കങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴും സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോഴും നമുക്ക് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം നമ്മളിവിടെ ഹംപിയിൽ വന്ന് സൺസെറ്റ് കണ്ടു, പക്ഷെ സൺറൈസ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കുറവും കൂടെ നമ്മളിതേ ഇവിടെ അങ്ങ് നികത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ പയ്യെ നമ്മൾ കയറി തുടങ്ങി. താഴെ നമ്മൾ ചെരുപ്പൊന്നും ഇടണ്ട, ചെരുപ്പിടാൻ മുകളിൽ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷൂസ് ഇട്ടാണ് വന്നത് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടി. അങ്ങനെ ഷൂസ് ഇട്ട് നമ്മൾ കയറുക. കാരണം ഇതൊരു മിനി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അത്ര എളുപ്പമല്ല ഈ 575 സ്റ്റെപ്പ് ഒറ്റയ്ക്ക് കയറുക എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് ടഫായിരുന്നു. ചിലപ്പോൾ സുഖമായിട്ട് കയറാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. എന്നാലും ഞങ്ങളിങ്ങനെ പയ്യെ നിർത്തിയൊക്കെയാണ് കയറിയത്. സംഗതി എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കുട്ടി ട്രക്കിംഗ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. 575 പടികൾ കയറി നമ്മളിതേ ഹനുമാനെ കാണാൻ വേണ്ടി ആ മലയുടെ മുകളിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പ് നമുക്ക് ഇവിടെ ഇടാൻ സ്ഥലമുണ്ടെന്ന്, അതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ചെരുപ്പൊക്കെ ഇടുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ പയ്യെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഓഫ് സീസൺസിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു നമ്മളാണ് ഏറ്റവും നേരത്തേന്ന്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ഓരോരുത്തർ കണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്തൊരു ഭംഗിയല്ലേ ആ ഗോൾഡൻ റേ നമ്മളിങ്ങനെ കാണുമ്പോൾ, പറയാൻ പറ്റില്ല കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. അത് മാത്രമല്ല ഈ അമ്പലത്തിൽ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് വാനരന്മാർ. ഹനുമാൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ പിന്നെ അത് ഒബ്വിയസ്ലി നമുക്ക് കാണാൻ പറ്റുമല്ലോ, അതിലൊരു ക്വസ്റ്റ്യനേ ഇല്ല. ഹംപിയിൽ അല്ലെങ്കിലേ നിറച്ചു കുരങ്ങന്മാരാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള കുരങ്ങന്മാരും നമ്മൾ ഹംപിയിൽ കണ്ടതും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെയുള്ളതെല്ലാം നല്ല ഗുണ്ടുമണി കുരങ്ങന്മാരാണ്. കാരണം ഇവിടുത്തെ പൂജയ്ക്ക് അവർ ഉപയോഗിക്കണതെന്ന് പറയണത് തേങ്ങയാണ്. അപ്പം നമ്മളും തേങ്ങയാണ് താഴെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. ഈ തേങ്ങയെല്ലാം പൊട്ടിച്ച് അവർ അവിടെ തന്നെ ഇങ്ങനെ ഉണക്കാനൊക്കെ ഇടും. അപ്പോൾ ഈ തേങ്ങ കഴിച്ചായിരിക്കും നല്ല ഗുണ്ടൂസ് കുരങ്ങന്മാരെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ആ പിള്ളേരുടെ സന്തോഷം കണ്ടോ, ആ കുരങ്ങൻ മേളിലോട്ട് കയറുന്നത് കണ്ടിട്ടാണ് കേട്ടോ ആ പിള്ളേർ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണേ. എന്തായാലും അപ്പം നമ്മളൊക്കെ ഇതുപോലെ കുഞ്ഞു പ്രായമായിരുന്നപ്പോൾ ഇതുപോലെ എന്തൊക്കെ കുഞ്ഞു കാര്യങ്ങൾ കണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളതൊന്നും അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു ഫാക്ടറല്ല. അങ്ങനെ ഞാൻ അതൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ അമ്മൂനെ അത് കാണിച്ചു കൊടുക്കുമായിരുന്നു. ആ പിള്ളേരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടോ, ജസ്റ്റ് കുരങ്ങിനൊന്ന് മരത്തിൽ കയറുന്നത് കണ്ടിട്ടാണ് അവർ അത്ര എക്സൈറ്റഡ് ആയേക്കണേ എന്നൊക്കെ ഞാനിങ്ങനെ അമ്മൂനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു.
അങ്ങനെ ആ മരച്ചില്ലകൾക്കിടയിലുള്ള സൂര്യൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ച് തിരിച്ച് നമ്മളിതേ അമ്പലത്തിൻ്റെ അകത്തോട്ട് തൊഴാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ ആ കുരങ്ങൻ സൈഡിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഹംപി വീഡിയോൻ്റെ തുടക്കം പോലെ ഞാൻ പറയുന്നുണ്ട് ഞാനും ഇവന്മാരും തമ്മിൽ സെറ്റ് ആവത്തില്ല എന്ന്. എന്നാൽ ഞാൻ അത്യാവശ്യം നല്ലോണം പേടിച്ചാണ് ഉള്ളിലേക്ക് കയറുന്നത്, ഇവർ ചാടുമോ എന്ന്. അങ്ങനെ ഉള്ളിൽ കയറി നമ്മളിതേ തൊഴാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ അകത്ത് എന്തായാലും ക്യാമറ ഒന്നും അലൗഡ് ആയിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ ക്യാമറ ഓഫാക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അതായത് നമ്മൾ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതപ്പോൾ അകത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുറത്ത് തന്നെ നിങ്ങൾ തന്നെ ഉടച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേ പോകുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് പൂജയ്ക്ക് കൊണ്ടുവന്ന പൂവൊക്കെ അവിടെ ഇട്ട് മണിയൊക്കെ അടിച്ച് നമ്മളിതേ തിരിച്ച് ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പുറത്തേക്ക് നടന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു സൺറൈസ് കണ്ടിട്ട് താഴത്തോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ആ സൺറൈസ് ഒന്നും കൂടെ ഷൂട്ടാക്കിയതാണ്. പക്ഷേ അങ്ങനെ തിരിച്ചിറങ്ങാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ പേര് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയ പാറ പോലെ ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ പയ്യെ മേളിൽ കയറിപ്പോയി അവിടെ ഇരിക്കുന്നത് കണ്ടു. നമുക്ക് താഴെ നോക്കുമ്പോൾ ഭയങ്കര കുറച്ച് ആൾക്കാരെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി അതെന്താണെന്നും കൂടെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പയ്യെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയിട്ടോ. മുകളിൽ പോയപ്പോൾ എൻ്റെ ദൈവമേ ആ ഒരു വ്യൂ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ചുറ്റിനും കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ആ കൊടി കെട്ടിയേക്കണതിന് ഏകദേശം ഈക്വലായിരുന്നു ആ ഒരു ഹൈറ്റ്. അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ. അങ്ങനെ കുറേ പേര് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മുവിനും ഇനി ഈ അഡ്വഞ്ചർ പരിപാടി ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഇനിയും അങ്ങോട്ട് വഴിയുണ്ട്, ഇനിയും പാറയുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ, അവിടെ എന്താണെന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നോ പറയാറില്ല. ഭയങ്കര റിസ്ക്കി ആണെങ്കിൽ ഞാൻ പറയും വേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയും ശരി വാ നമുക്ക് പോയി നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിതേ പയ്യെ അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ കണ്ടോ അങ്ങ് ദൂരെ ഉണ്ട്, ഞങ്ങളിതേ മാഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാക്സിമം ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അത്യാവശ്യം നടക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര റിസ്ക്കിയൊന്നും ആയിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ശരി പോകാം. അങ്ങനെ ഏകദേശം കണ്ടോ നമ്മൾ ആ അമ്പലത്തിൻ്റെ കൊടിയുടെ അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു. പിന്നെയും ഇനി നടക്കാൻ സ്ഥലമുണ്ട്, എന്നാൽ ശരി പോയിട്ട് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞതേ വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുക.
അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ എൻഡ് പോയിൻറ്റ്. ഇവിടെ നിന്ന എൻ്റെ പൊന്നെ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിൻ്റെ മുകളിൽ കയറിയപ്പോന്ന്. ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നാതെ ഈ ഒരു എൻഡ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴാണ്. നിങ്ങൾ കണ്ടോ, ആ തുംഗഭദ്ര നദി സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരെ വീട്ടില ടെമ്പിൾ കാണാൻ പറ്റും, വിരൂപാക്ഷ ടെമ്പിൾ കാണാൻ പറ്റും, മഞ്ഞിൽ മൂടിയ ഹംപി കാണാൻ പറ്റുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ നിന്നു. ഒരുപാട് പേരൊന്നും അത്രയും ദൂരത്തേക്ക് വരുന്നുണ്ടായില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ വന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് ആ ഒരു പീസ് ആസ്വദിച്ച് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇവിടെ കയറാണ്ട് തിരിച്ച് നമ്മൾ അപ്പോഴേ ഇറങ്ങി താഴത്തേക്ക് പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. അങ്ങനെ കുറച്ച് പേര് മേളിലിരിക്കുന്ന കണ്ടുകൊണ്ടാട്ടോ, നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്ന്. മേ ബി ഇതൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടി ആയതുകൊണ്ടായിരിക്കാം. എപ്പോഴും ട്രെക്കിങ്ങിന് നമ്മൾ പോയി കഴിയുമ്പോൾ ഏറ്റവും എൻഡിലൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു കാഴ്ച ഉണ്ടാവുമല്ലോ. ആ കാഴ്ച ആക്ച്വലി ഇതാണ് കേട്ടോ. ആ 575 സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ വരുമ്പോൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കിട്ടുക ഇവിടെ നിന്നാണ്. സോ അവിടെ പോകുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലം വരെ ചെല്ലാനായിട്ട് മറക്കണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ കുറേ നേരം നിന്ന് ആസ്വദിച്ച് ഇനി തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. ഏകദേശം നല്ല വെയിലായി തുടങ്ങിയപ്പം പാറയുടെ മുകളിലാണല്ലോ, വെയിലിങ്ങനെ നന്നായിട്ടായി തുടങ്ങുമ്പോഴേക്കും ഭയങ്കര ചൂടാവും. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര വെയിലായി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും ആൾക്കാരുടെ എണ്ണങ്ങൾ ഭയങ്കരമായിട്ട് കൂടി തുടങ്ങി. നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടതിനേലും ഒരുപാട് ആൾക്കാർ കയറി മേളിലെത്തി തൊഴാൻ വേണ്ടി വന്നേക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ ഷൂസൊക്കെ ഇട്ട് ഇവിടുന്ന് ഇറങ്ങി. അയ്യോ പോകല്ലേ, ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഒരു സ്ഥലം കൂടെ കാണിക്കാനായിട്ട് ഞാൻ മറന്നുപോയി. ഈ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇതുപോലൊരു വ്യൂ പോയിൻ്റ് നോക്കാനുള്ളൊരു സ്ഥലം കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ കണ്ടതും ഇതും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് എന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പോയത്. പക്ഷെ എന്തായാലും ഒബ്വിയസ് അല്ലേ, നമ്മൾ അവിടെ കണ്ട കാഴ്ചയായിട്ട് ഈ ഒരു കാഴ്ച നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഓൾട്ടിറ്റ്യൂഡ് മാറും തോറും കാഴ്ചയുടെ ഡിഫറൻസ് മാറുന്നല്ലേ പറയുക. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ടല്ലല്ലോ മുകളിലെ ആ കാഴ്ച കണ്ടേ. എങ്കിലും ഇവിടുത്തെ കാഴ്ച ഇതാണ്. ഇവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് ദ ഹോൾ ഓഫ് ഹംപി കാണാൻ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അത് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് വെള്ളമൊക്കെ ദാഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ കുടിക്കാം. ഞങ്ങൾ കുടിച്ചില്ലായിരുന്നു, കണ്ടതും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ശരിക്കും നമ്മൾ ഷൂസ് ഇട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുമ്പോഴും എന്നെ വിടില്ലെന്നും പറഞ്ഞ് നിൽക്കവന്മാർ. എൻ്റെ പൊന്നെ, അതുങ്ങൾ എല്ലാം കൂടെ തല്ലുപിടിക്കെങ്ങാണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈശ്വര അത്യാവശ്യം നല്ലോണം പേടിച്ചു, ഞെട്ടിപ്പോയി ഞാൻ. കാരണം തിരിഞ്ഞതും ഇവരിങ്ങനെ ഒരൊറ്റ ചാട്ടമായിരുന്നു. ഞാനും തമ്മിൽ സെറ്റാവില്ല ഗൈസ്, എൻ്റെ പൊന്നെ. അങ്ങനെ ഇനി ആ കയറി വന്ന 175 പടികളും താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എന്തായാലും കയറുന്ന അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല ഇറങ്ങാനായിട്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പയ്യെ പടികൾ ഇറങ്ങി തുടങ്ങി.
തിരക്ക് കൂടിയതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മേളിലോട്ട് കയറിയപ്പോൾ അങ്ങനെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു വഴിയാണ്. ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ പാറകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടുങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ ആ വഴികളിൽ ആക്ച്വലി അറ്റ് എ ടൈം ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നൊക്കെ വേണ്ടി വരും പോകാനായിട്ട്. ഇതായിരുന്നു അവിടെ നമ്മൾ അത്യാവശ്യം നല്ലോണം കുനിഞ്ഞിറങ്ങി പോകേണ്ട ഒരു പാറ. അതാ ഞാൻ പറഞ്ഞത്, അവിടെയൊക്കെ അങ്ങനെ ഒരുമിച്ച് ആൾക്കാർക്ക് കയറുകയും ഇറങ്ങുകയും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് നമുക്കങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല, കുറച്ചധികം സമയം എടുക്കും നമ്മൾ ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ ഇറ്റ് വാസ് ടോട്ടലി ഫൈൻ. അപ്പം നിങ്ങളിപ്പോൾ ഓഫ് സീസണിലൊക്കെയാണ് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ വരില്ല. സുഖമായി നിങ്ങൾക്ക് ആടിപ്പാടിയൊക്കെ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ സീസണിൽ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹനുമാൻ്റെ വിശേഷ ദിവസങ്ങളിൽ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും. മിക്കവാറും ആൾക്കാർ ഇവിടെ ക്യൂ നിന്നായിരിക്കും കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതേ ഇറങ്ങി താഴെ എത്തിയിട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ മണ്ഡപം പോലെയുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് കെട്ടിയേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹനുമാൻ്റെ ഒരു കാൽപാദവും പിന്നെ ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ, ശ്രീരാമനും ഹനുമാനും കണ്ടുമുട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന്. അങ്ങനെ അതൊക്കെ തൊഴുത് നമ്മളിതേ പയ്യെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ ഇതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ കടയും ഓണായി. അപ്പം അമ്മൂന് 1-2 സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനു വേണ്ടി നമ്മളവിടെ പോയതാണ്. ഇത് കണ്ടോ, കുഞ്ഞി ചെരുപ്പ്. ഇതെന്തോ വീടുകളിൽ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ട് മേടിച്ച് കെട്ടണതാണെന്നാണ് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ മേടിക്കേണ്ടതൊക്കെ മേടിച്ച് കഴിഞ്ഞതേ നമ്മൾ പയ്യെ നമ്മുടെ 2 വീലറും എടുത്ത് തിരിച്ചു പോവുകയാണ് കേട്ടോ റൂമിലേക്ക്. ഇപ്പം നമ്മൾ വന്ന് കവർ ചെയ്ത് വന്ന ആ കിലോമീറ്റർ എല്ലാം തിരിച്ചു പോകണം. എന്തായാലും വരുമ്പോൾ ഭയങ്കര തണുപ്പും ഇരുട്ടൊക്കെ ആയതുകൊണ്ടും സ്ഥലങ്ങളൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇനി എല്ലാ സ്ഥലവും അങ്ങ് വിസ്തരിച്ച് കണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ എണീറ്റ് ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ വിശപ്പിൻ്റെ വികാരം പയ്യെ തോന്നി തുടങ്ങിയായിരുന്നു കേട്ടോ തിരിച്ചു പോകുന്ന വഴിക്ക്. അപ്പോൾ ഒരു ചെറിയ ചായക്കട പോലത്തെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നമ്മളൊരു ചായയും ഒരു കുക്കിയൊക്കെ കഴിച്ചു. നമ്മൾ വന്നപ്പോൾ ഇത് കണ്ടത് ഓർക്കുന്നുണ്ടോ? ഇതായിരുന്നു തുംഗഭദ്ര നദി എന്ന് ഞാൻ പറഞ്ഞത്. വന്നപ്പോൾ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വിശാലമായ വ്യൂ നമ്മൾ കാണുന്നത്.
അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ചെന്ന് റെഡിയായിട്ട് പോകുന്ന അടുത്ത സ്ഥലങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞ് അറിയിക്കുക. നമ്മളൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അൺടിൽ ദെൻ, ലവ് യു ഓൾ ആൻഡ് ബൈ.